ഹായ് ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി നല്ല അടിപൊളിയായ ഒരു ഫലാഫൽ റെസിപ്പിയാണ്. ഇത് വൈറ്റ് ചിക്ക് പീസ് ഉണ്ടാവുമല്ലോ, അതിലുണ്ടാക്കുന്ന ഒരു വടേൻ്റെ റെസിപ്പിയാണ്. ഇതിന് മറ്റൊരു പേര് ഫലാഫൽ എന്നാണ്. ഈവനിങ് ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് പലസ്തീൻകാരുടെ മെയിനായ ട്രഡീഷണൽ റെസിപ്പിയാണ്. അവർക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാം. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ വൈറ്റ് കടല ഉണ്ടാവുമല്ലോ അത് എടുത്തിട്ടുണ്ട്, ചിക്ക് പീസ് ഉണ്ടാവുമല്ലോ അത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. ഇത് ഈവനിങ് സമയത്ത് വേണമെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇതൊന്ന് സോക്ക് ചെയ്ത് കിട്ടിയ പിന്നെ ആഫ്റ്റർ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ജാസ്തി കൂടുതൽ ഇട്ടെടുത്തിട്ടുണ്ടായിന്. ഞങ്ങൾക്ക് കുറച്ച് കറി വെക്കാനും ആവശ്യമുണ്ടായിന്. അങ്ങനെ ഞാൻ കുറച്ച് ജാസ്തി ഇട്ടെടുത്തിട്ടുണ്ടായിന്. ഇത് കുറച്ച് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഇതൊന്ന് മിക്സർ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂണ് ജീരക, 1 ടേബിൾ സ്പൂണ് ഇടിമല്ലി ഉണ്ടാവുമല്ലോ അത്, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് ഉപ്പ്, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റിൻ്റെ അക്കോർഡിംഗ് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു 3-4 എരിവിൻ്റെ അനുസരിച്ചിട്ട് പച്ചമുളക്. പിന്നെ ഇത് ജാസ്തി സ്പൈസി ഇല്ലെങ്കിൽ തന്നെ നല്ലത്, കുറച്ച് മാത്രം സ്പൈസി ഉണ്ടായാൽ മതി. നല്ല സ്പൈസി ആയെങ്കിൽ തിന്നാൻ കഴിയില്ല, പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു നോർമൽ എരിവുണ്ടെങ്കിൽ മതി. പിന്നെ ഒരു ബിഗ് സൈസ് ഓനിയന്, ഒരു കൈപ്പിടി മല്ലിയില, ഒരു 1/2 ലെമൺ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇടാണ്ട് ഒരു 80% വരെ കോസ്റ്റ്ലി ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കാം. നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ആക്കണ്ട കേട്ടോ, കുറച്ച് കോസ്റ്റ്ലി ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ. നെക്സ്റ്റ് ഇത് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ആക്കി വെക്കാം. എന്നിട്ട് നല്ല പാനിൽ ഇതൊന്ന് മിക്സ് ആക്കാം. നെക്സ്റ്റ് ഇതുപോലെ മീഡിയം ബ്രൗൺ ഷേപ്പ് ആയിട്ട് ആക്കിയിട്ട് ഒരു മീഡിയം ഹീറ്റായ ഓയിൽ ചൂടായ പിന്നെ ഇതിലിട്ടിട്ട് ഒരു 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ ഒരു 15 to 20 മിനിറ്റ്സ് വരെ ഡീപ് ഫ്രൈ ആക്കാം. ഈ വൈറ്റ് കടലിൻ്റെ വട ഉണ്ടാവുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചായൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ റോലൊക്കെ ആക്കിയിട്ട് തിന്നും, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഇത് പലസ്തീൻകാരുടെ ട്രഡീഷണൽ റെസിപ്പിയാണ് ഫലാഫൽ. പിന്നെ പ്ലീസ് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര അവർക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്യാം. നമ്മളുടെ ഈ ചെറിയ ചെറിയ ഹെൽപ്പും അവർക്ക് വലിയ ഡിഫറൻസ് ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവിടുത്തെ ജേർണലിസ്റ്റ് എല്ലാം ഉണ്ടാവുമല്ലോ, ഓരോ പ്രൊഫൈലിൽ ലിങ്ക്സ് എല്ലാം ഉണ്ടാവും. നിങ്ങൾ പോയിട്ട് ജെനുവനായ ഒരു ലിങ്ക്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടെങ്കിലും ഇതും ഒരു വലിയ ഒരു സപ്പോർട്ടാണ് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ എന്തിനു പറയുന്നതെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ മെസ്സേജസ് ഉണ്ടാവും, ഇങ്ങനെ കുറേ DMs ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്യാം, പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യാം. പിന്നെ ട്രാജഡിക്കായ ഒരു മൂമെൻറ്റ്സിൽ ഞങ്ങളുടെ അടുത്ത് ഷെയർ ആക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾക്ക് അല്ലാഹ് ഇത്രയെങ്കിലും നല്ല ജീവിതം തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗ്യമാരാണ്. അങ്ങനെ ഞാനും ഞങ്ങൾക്ക് ആനത്ര ഷെയർ ആക്കും. പിന്നെ നോക്കിയിട്ട് ഡൊണേഷൻ ചെയ്യണം കേട്ടോ. ചില ആൾക്കാർ ഓരോ പേരിൽ അക്കൗണ്ടിലാക്കിയിട്ട് ലിങ്ക്സെല്ലാം ആക്കിയിട്ട് ഓർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആക്കിക്കോളും. അതിന് നോക്കിയിട്ട് ഡൊണേഷൻ ചെയ്യാം. ഓർക്ക് വേണ്ടിയിട്ട് കഴിയുന്നത്ര ഈ റംദാനിൽ പിന്നെ കഴിയുന്നത്ര ദുആ ചെയ്യാം. പ്ലീസ് ആനത്ര സപ്പോർട്ടാക്കാം. പിന്നെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ എൻ്റെ ഒരു സപ്പോർട്ട് ഓർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളടുത്ത് ഞാൻ കുറച്ച് റിക്വസ്റ്റ് ആക്കിയതാണ്. ഇത് ചൂടായിട്ട് തന്നെ ചായൻ്റെ കൂടെ പിന്നെ കോഫിൻ്റെ കൂടെ എല്ലാം കഴിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാഷാല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ ഫ്രൈ ആക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെൽ വരുന്നുണ്ടായിന്. അപ്പോൾ തന്നെ കഴിച്ചിരാൻ തോന്നുന്നുണ്ടായിന്, അത്ര ടേസ്റ്റ് ഉണ്ടായിന്. ഒരു പ്രാവശ്യം മസ്റ്റ് ഫ്രൈ ആക്കി നോക്കണം കേട്ടോ. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.